കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം കോഴിക്കോട് കൊമ്മേരി മായിൻ ബസാറിൽ നടന്നു. വിവിധ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പദ്ധതികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകി. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകൾ ചേർന്നാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര ജില്ലയിൽ നടത്തുന്നത്. വെള്ളം സ്വീകരിച്ച അരി കേന്ദ്ര സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അരി ഉള്ളത്. അത് ഒരു ധാന്യമാക്കി അത് ഒരു 50 കിലോയുടെ ഒരു ചാക്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥാപനം. എന്താണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ സ്കീമിന് നമുക്ക് വേണ്ട മിനിമം കാര്യങ്ങൾ എന്തൊക്കെ വേണം, എങ്ങനെയാണ് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏത് രീതിയിലാണ് അത് കിട്ടുക? സ്ത്രീകൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനുമായി. മൂന്നാമത്തെ കണ്ടീഷനാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മള് ഇതേപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 5 or 8 പേര് നമ്മളെ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ 8 പേരിലെ 8 ആളെ പേരിലും കണക്ഷൻ പാടില്ല. ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ സ്കീമില് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട്. അടുത്ത ചോദ്യം,